ഒന്ന് നല്ല മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. നമ്മൾ ഇന്നലെ ഇട്ട പൂക്കളാണ്. കൂടണ്ടേ? ചോറ് ചൂടാ. It's all covered in dust, holding up some old books. It's supposed to teach you about heaven and hell. അത് മതി. ഞാൻ അത്ര പൈസ എടുത്തു. ഫുൾ കടകളാണ് കേട്ടാ. ഞാൻ വരാം. Playing in the background. ഒന്ന് നല്ല മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. അപ്പൊ ഇന്ന് ലച്ചൂന് ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. കാരണം ഓണമൊക്കെ അല്ലേ, അവൾ ഓണപ്പൂവൊക്കെ ഇടാനൊക്കെ ആയിട്ടൊക്കെ എണീക്കും. അതൊക്കെ നല്ല രസമാണ്. അപ്പൊ ഞാനിപ്പോ ഇന്ന് അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപ്പുമാവ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പൊടിയായിട്ടുള്ള ഉപ്പുമാവുകൾക്ക് ഇഷ്ടമല്ല, കട്ടയായിട്ടുള്ള ഉപ്പുമാവാണ് കഴിക്കുക. പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറ്, മോര് കറി, അതായത് കുമ്പളങ്ങിയൊന്നും ഇല്ലാത്ത തേങ്ങ അരക്കാത്ത നമ്മൾ മോര് കാച്ചി എടുക്കില്ലേ, അതും ക്യാരറ്റ് ഉപ്പേരിയും ആണ് കേട്ടോ അവൾക്ക് ലഞ്ച് കൊടുക്കാൻ പോകണം. അപ്പൊ ഞാൻ വേഗം കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ചെറിയുള്ളി, ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടാ, കാരണം അവൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഞാൻ ഉപ്പുമാവ് എപ്പോഴും വെളിച്ചെണ്ണയിലാണ് എനിക്ക് ഉണ്ടാക്കാനായിട്ട് ഇഷ്ടം. വെള്ളം ഒഴിക്കണം. അതിന് ഞാൻ കുറച്ച് റവ ഇത്തിരി ഇടും, അല്ലെങ്കിൽ എല്ലാം കൂടെ മേത്തോട്ട് പൊട്ടിത്തെറിക്കണ കാരണം നമ്മൾ സവാളയും ഇഞ്ചി വേറെ ഒന്നും ഇടണില്ലല്ലോ. അവർക്ക് പുട്ടിനേക്കാളും ഇഷ്ടം ഉപ്പുമാവാണ്. ഉപ്പുമാവിന് നമ്മൾ കടലയാണ് കേട്ടോ. നന്നായിട്ട് തിളക്കാൻ തുടങ്ങി. പിന്നെ ഈ കട്ടയിട്ടുള്ള ഉപ്പുമാവ് വേണമെങ്കിൽ നമ്മൾ വെള്ളം കൂട്ടിയിടണം, റവ അതനുസരിച്ച് കുറവിടണം കേട്ടോ, എന്നാലാണ് നമുക്ക് ആ കട്ടയിട്ടുള്ളത് കിട്ടുള്ളൂ. പിന്നെ ഇരിക്കും കണ്ട. നമുക്കിനി കുറച്ച് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കാം. ആദ്യം ഭയങ്കര കുഴാന്നിരിക്കും. ഒന്ന് അടച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ എല്ലാം സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. മോര് അടിച്ചെടുത്ത് നമ്മുടെ അനുമോളുടെ കല്യാണം അല്ലേ, ബിഗ് ബോസ് താരം. ഞാനും ഞെട്ടിപ്പോയി. ഇതെന്താ അല്ലെങ്കിൽ നേരത്തെ കുട്ടി ഇങ്ങനെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയേണ്ടതാണല്ലോ. ഞാൻ ചെയ്തോട്ടെ എന്നോട് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വല്ല ഷൂട്ടിങ് എന്തെങ്കിലും ആയിരിക്കും, അനുമോളുടെ കല്യാണമാണ്. ഞാൻ ഏതോ ഒരു കുഞ്ഞ് ഇത് കണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് വല്ല ഷൂട്ടിങ്ങിന്റെ ഭാഗമാണ്. ചെക്കനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാണാൻ നല്ല രസമുണ്ട്. നമ്മളെ അല്ലാതെ വ്ലോഗ് എടുക്കൂലേ, അപ്പം ധൃതി ഉണ്ടാന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ ഒരു വെപ്രാളം ഇല്ല. ലച്ചുവിനെ സ്കൂളിൽ പറഞ്ഞു വിടുന്ന വീഡിയോ എടുക്കുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പെട്ടെന്ന് സമയം പോകും നമ്മുടെ. ഓക്കെ, ഇത് മാറ്റി വെക്കാം. ചീനി ക്യാരറ്റ് 2 ഉണ്ടായിരുന്നു, ഒരെണ്ണം കുറച്ച് ഇതായി തുടങ്ങി. ഞാൻ 2 കൂടി അങ്ങോട്ട് എടുക്കാം. ഉപ്പുമാവും കടലയാണ് കേട്ടാ. ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ലച്ചുന് ഭയങ്കര ഇഷ്ടമാണ് കുമ്പളങ്ങ മോര് കറിയൊക്കെ. ഫ്ലെയിം ഓഫാണ് കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യും. ലച്ചുവിനെ കുഞ്ഞിലോട്ട് ഞാന് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ സമ്മതിക്കൂല. LKG-യിലാണെങ്കിലും അതെ, അപ്പത്തൊട്ട് അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനെ ആയിപ്പോവും. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഇവിടെ എല്ലാം ഒതുക്കണം.
ക്യാരറ്റ് അരിഞ്ഞിട്ട് നമുക്ക് ഇന്നലെ ഇട്ട ഉണപ്പൂക്കളൊക്കെ എടുത്ത് കളഞ്ഞ് അവിടെ നിന്ന് തുടച്ചിടണം. അത് കഴിയുമ്പോൾ ലച്ചുവിനെ വിളിക്കണം. ഞാനോർത്ത് ഇത് അരിഞ്ഞ് വെച്ചിട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് ഞാൻ വേഗം നിന്ന് കംപ്ലീറ്റ് ആക്കട്ടെ കേട്ടാ. നമ്മൾ ഇന്നലെ ഇട്ട പൂക്കളാണ് അത് കളയുക. ഇനി ലച്ചു എണീറ്റ് വരുമ്പോഴത്തേക്കും തുടച്ചിട്ട് കഴിഞ്ഞാലേ അവർക്ക് പൂക്കൾ ഇടാം, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകാൻ ലേറ്റ് ആവും. She rolled over, said you want some coffee. Babe, I'll take a little sugar in mine. She got up, put on a morning dress, but she forgot to put back on Socks the ആണ്. ഭയങ്കര കൊതുകാണ് കേട്ടോ. ഇനി ഇത് തുടച്ച് കഴിയുമ്പോഴത്തേക്കും ലച്ചിനെ പോയി വിളിച്ച് കഴിയുമ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് പൂടാനാണ് കേട്ടോ. ചെമ്പരത്തിയൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയാ, കുറച്ച് വെച്ചു ഇങ്ങനെ കട്ടിയിലൊക്കെ തലേ ദിവസവും വെച്ചിട്ടുണ്ടായി. നമ്മുടെ ഇവിടെ വാടാമല്ലിയൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ അതൊക്കെ നന്നാക്കി വെച്ചല്ലെങ്കിൽ രാവിലെ എന്നിട്ട് നമുക്ക് നേരം ഉണ്ടാവില്ല. അപ്പൊ ലച്ചുവിനെ പോയി വിളിക്കാം. ലച്ചു പൂടണ്ടേ? വാ, എനിക്ക് 7 മണിയാവാറായിട്ടുണ്ട്. വാ, ഇന്ന് 10 മിനിറ്റ്സ് ലേറ്റ് ആണ്. മഴ പെയ്തേക്കണ കാരണേ നനഞ്ഞിട്ടുണ്ട്. അവൾക്ക് ഈ പൂ വേണോന്ന്. ഇത്ര മതിയാവും. എനിക്ക് ഇനി ക്യാരറ്റ് വെക്കാനില്ലേ? ഇപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളപ്പൂവ് ബ്രൈഡൽ ബൊക്കെ. വെച്ചു എല്ലാം എടുത്തമ്മ ഇത് കത്തിച്ചു തരാം. നമുക്ക് എപ്പോഴത്തേം വേണ്ട ഇവിടെ ചന്ദനത്തിരി, എന്നാലാ കൊതുക് ഇവിടെ നിക്കാതിരിക്കുള്ളൂ കേട്ടാ. അല്ലെങ്കിൽ അച്ഛനെ കൊതുക് അടിച്ച് പപ്പടം. അമ്മ പോണേ. ശംഖുപുഷ്പം ഒറ്റ ഒരെണ്ണമില്ലടാ. ആ ചെരുപ്പ് നമുക്ക് എന്നേക്ക്. അപ്പൊ ലച്ചു അവിടെ ഇരുന്ന് പൂടുന്നുണ്ട് കേട്ടാ. ഒരു 2-3 കടുക് ഇടാം. നമ്മൾ ഈ സമയമില്ലാത്തോടത്തെ ഈ കടുകൊക്കെ എന്താ പൊട്ടാത്ത, വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. കടുക് പൊട്ടി തുടങ്ങി. ഈ ക്യാരറ്റ് ഉപ്പേരിയിലെ ഹൈലൈറ്റ് എന്ന് വെച്ചാ പെപ്പർ പൗഡർ ആണ്. അടച്ചു വെക്കാം. അത് ലച്ചുവിന്റെ അടുത്ത് ഒന്ന് പോയി നോക്കാം. ഞാനും ഇന്ന് ലച്ചുവിന്റെ കൂടെ കൂടണം, അല്ലെങ്കിൽ ലച്ചു ചെയ്യാറുണ്ട് കേട്ടാ. ഇന്ന് ഞാൻ ലച്ചുവിനെ വിളിച്ചത് ഇത്തിരി വൈകിപ്പോയി. ഇത് അരിഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന് വേഗം ചെയ്യാലോ. കൊതുക് തിരി വെച്ചിട്ടും കൊതുക് പോണില്ലാന്ന് അച്ഛൻ മടിച്ച്. മേടിക്കാം. ഇന്നലെ അച്ഛൻ പോയപ്പോ അങ്ങോട്ട് പറഞ്ഞ. അപ്പൊ ഇന്നലെയൊന്നും ഇല്ലല്ലോ. ഇവിടെ ഇരിക്കണത് ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാണേ. അല്ല. പിന്നെ ഏത് നാളാ ലച്ചുമ്മ?
ശരിക്കും പറഞ്ഞാൽ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പൂവിനേക്കാൾ എന്ത് രസാലേ നമ്മുടെ വീട്ടില് പൊട്ടിച്ചിടുമ്പോഴേ അതിന്റെ ഭംഗി വേറെ. കടയിൽ നിന്ന് വാങ്ങുമ്പോ എപ്പോഴും ഓറഞ്ചും മഞ്ഞയും വെള്ളയും. എനിക്ക് അത് ഇഷ്ടമല്ല. ഞങ്ങള് തിരുവോണത്തിന്റെ അന്നാണ് മേടിക്കുക. അയ്യോ എന്റെ ക്യാരറ്റ് എന്തായിന്നാവും. വെച്ചു സമയം കാല് പേടിക്കണ്ട മോൻ, ചെയ്തോ. ചെരുപ്പം നിർത്തുന്നു, ടെൻഷൻ അടിക്കണ്ട കേട്ടാ. കുറച്ചുനേരം ഇരിക്കട്ടെ. ചൂടുവെള്ളം കുടിക്കും ഞാൻ എപ്പോഴും രാവിലെ. ചില സമയത്ത് വിട്ടു കൂട്ടാ. നമുക്ക് ലഞ്ച് പാക്ക് ചെയ്യാം. ചോറ് ചൂടാറിയതിന് ശേഷമാണ് അടയ്ക്കാനും പറ്റുള്ളൂ കേട്ടാ. നേരമില്ലാത്തോണ്ടാ കലത്തെ പടി എടുത്തുകൊണ്ട് വന്നത്. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം, ഇളക്കാം. ഇത്രയും ചോറൊക്കെ കഴിക്കൂ. ഉപ്പേരി, ക്യാരറ്റ്, പിന്നെ നമ്മുടെ മോര് കാച്ചിയത്. പക്ഷെ മോരും തൈരും എന്നും ഉണ്ടെങ്കിൽ അത്രയും സന്തോഷം കേട്ടാ. ഭയങ്കര ഇഷ്ടമാണ്. 2-3 അരിനെല്ലിക്കയും കൂടെ വെച്ചു കൊടുക്കാം. സ്നാക്സ് കേക്ക് ഉണ്ട്, അത് വെച്ചു കൊടുക്കാം. അയ്യോ സാറ്, കേക്കും 3 ഓറിയോ കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ലച്ചുവിന്റെ. ഇനി വെള്ളം ആക്കാനുണ്ട് നമുക്ക്, ബാക്കിയെല്ലാം ഓക്കെ. ചൂടാറി ചോറാണ് ഇത്തിരി ചൂടാറാനുള്ളത്. ഒന്ന് കാണിച്ചു തരാട്ടോ ഞാൻ. ബോക്സ് ഇതൊക്കെയാണ് കേട്ടാ. നെല്ലിക്ക, ക്യാരറ്റ്, നമ്മുടെ മോര് കാച്ചിയത്, അതൊക്കെയാണ് കേട്ടാ. ഇത് നമ്മളെ ചോറ് ഇത്തിരി ചൂടാറിയിട്ടാണ് അടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ഇതാണ് സംഗതി. ലഞ്ച് ബോക്സ് ഇവിടെ റെഡി. നമുക്ക് പോയിട്ട് പൂക്കളം നോക്കിയാലോ. നല്ല രസമുണ്ട്, നമുക്ക് ഇഷ്ടായി. ഇത് നല്ല കളർഫുള്ളാണ് കേട്ടാ. കൊള്ളാല്ലേ. ഇനി ലച്ചിന് ഫുഡ് കൊടുക്കട്ടെ കേട്ടാ. ഡീപ്പായിട്ടൊന്നും ഞാൻ നന്നായിട്ട് വിരിക്കണില്ല, ഇനി ജസ്റ്റ് ഒന്ന് വിരിക്കണുള്ളൂ. ലച്ച് പോയിട്ട് ഞാൻ ഒന്നും കൂടെ ക്ലീൻ ആക്കും. ഇപ്പൊ എത്ര പെട്ടെന്നാണ് വെക്കേഷനൊക്കെ ആവണേ. ഇപ്പൊ പരീക്ഷ തുടങ്ങും, ഇപ്പൊ തന്നെ ക്രിസ്മസ് ആയി. അതൊക്കെയാണ് കാര്യം. ഏതോ അയ്യോ മാറിപ്പോയി. ഇന്നെ ഫുള്ള് സമയം പോയല്ലോ. പിന്നിരിക്കും. ഞാൻ ലച്ചു പോയിട്ടൊന്ന് അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചിട്ടിരിക്കണേന്ന് കേട്ടാ. ലച്ചു പോയിട്ട് കുളിച്ച് അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുതിട്ട് വരാന്ന് വിചാരിച്ചു. തലയിൽ എണ്ണ ഇട്ട് വെച്ച് പിടിക്കൂല, അല്ലെങ്കിൽ പിന്നെ എണ്ണ ഇട്ട് അപ്പ തന്നെ കുളിക്കണ്ടത്. എന്തൊരു വെയിറ്റ് ആണെന്ന് അറിയാം. പാല് മേടിക്കോ? എന്തെങ്കിലുമൊക്കെ മേടിക്കേ. പതുക്കെ മതി. ബൈ.
ഞാൻ വന്നിട്ട് അമ്പലത്തിൽ പോട്ടെ കേട്ടാ. അച്ഛനോട് വേഗം വരണോന്ന് പറ. അങ്ങനെ വെച്ചു പോയി. അമ്പലത്തിൽ പോകുമ്പോ പൂവുണ്ടെങ്കി കുറച്ച് മേടിക്കാന്ന് ഓർത്തിരിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഞാൻ ഉണക്കിയില്ല കേട്ടാ. ഞാന് കുറച്ച് നനവ് തലയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചൊരു സുഖമാണല്ലോ. അമ്പലത്തിലൊക്കെ പോകുമ്പോ മുടിയൊട്ടേ മുഖം എന്തോ പോലെ മടിയായിട്ട് എടുക്കാതിരിക്കണേ. നീനാടോ പാല് മേടിച്ചാ? ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാട്ടാ. അങ്ങനെ ഞാൻ അമ്പലത്തിൽ എത്തിയിട്ടാ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയിട്ടാ. ഇനി നമുക്ക് ചന്ദനമൊക്കെ തൊടാം. പായസം ഉണ്ടോ നോക്കാം. പായസം ഉണ്ട്, പക്ഷെ ഞാൻ എടുക്കണില്ല. നമുക്കിനി പൂ മേടിക്കാൻ നോക്കാം കേട്ടോ. അവിടെ ഇഷ്ടംപോലെ കടകള് ദേവംകുളങ്ങരയിലുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ ഇത് നമ്മള് ഇതായണ്ട ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ പൂക്കടകളാണ് കേട്ടാ. നമുക്കൊന്ന് പോയി നോക്കാം. മുല്ലപ്പൂ വേണ്ട, ഞാൻ അവിടെയും കൂടെ ഒന്ന് നോക്കിട്ട് വരട്ടെ കേട്ടാ. അവിടെ ഞാൻ കണ്ടത് എനിക്ക് അത്ര അങ്ങോട്ട് ഫ്രഷ് ആയിട്ട് തോന്നണില്ല. നമുക്ക് വേറെ കടകളും കൂടി ഒന്ന് നോക്കാം. പൂ വേണം എനിക്ക്. ഈ 50 രൂപക്ക് ഈ റോസും ഈ വൈറ്റ് പൂവും മതി വീട്ടിലിടാനാ. 50 രൂപക്ക് അത് മതി. ഞാൻ അത്ര പൈസ എടുത്തിട്ടുള്ളൂ. ഫുൾ കടകളാണ് കേട്ടാ. ഞാൻ വരും. ഇന്നലെ വന്നില്ല, വീട്ടിൽ പോവുണ്ട്. അപ്പൊ അതൊക്കെ പറിച്ചിടാണ്. അതാണ്. അപ്പൊ ഇന്ന് ഞാൻ ഓർത്ത് ഇത്തിരി മേടിക്കാം. എവിടെയും പോണില്ല. അത് മതി. വൈറ്റ് വൈറ്റ്. ഞാൻ വരാം. അപ്പൊ നമ്മൾ 50 രൂപക്ക് പൂ മേടിച്ചിട്ടുണ്ട് കേട്ടാ. പൂ വെച്ച്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരാൾക്ക് ഒരു വീഡിയോ ഇട്ട് നിസാരം ബൈ ആയി വരാം. ബൈ.